കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ മൂലങ്കുഴി ഭാസ്കരൻ VU ചന്ദ്രശേഖരൻ പിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകവും കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ തലമുതിർന്ന നേതാവുമായിരുന്ന മൂലങ്കുഴി ഭാസ്കരനെയും 55ലേറെ വർഷക്കാലം ടാഗോർ ലൈബ്രറിയുടെ പ്രസിഡന്റായിരുന്ന VU ചന്ദ്രശേഖരൻ പിള്ളയെയും കരുവേലിപ്പടി ടാഗോർ ലൈബ്രറി കൂടിയ യോഗത്തിൽ അനുസ്മരിച്ചു. മുരളീധരൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മട്ടാഞ്ചേരി മുനിസിപ്പാലിറ്റി ആദ്യ കൌൺസിലിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിരുന്ന മൂലങ്കുഴി ഭാസ്കരൻ കൊച്ചിയുടെ ആദ്യകാല വികസന പദ്ധതികളിൽ ദീർഘവീക്ഷണത്തോടെ ഗൗരവമായ ഇടപെടലുകൾ നടത്തിയ വ്യക്തിയാണ്. വ്യക്തി താൽപര്യങ്ങൾ മാറ്റിവെച്ച് സമൂഹത്തിന് നന്മ മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിച്ചവരെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടത് പുതിയ തലമുറയുടെ ഉത്തരവാദിത്തം കൂടിയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരു മെമ്പർഷിപ്പ് എനിക്കിവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതിൻ്റെ രേഖകളൊന്നുമില്ല. ധാരാളം പുസ്തകങ്ങൾ ഇവിടെ, കാരണം പള്ളുരുത്തിൽ ഒരു നല്ല ലൈബ്രറി ഇല്ല എന്നുള്ളത് ഇന്നും ഒരു സത്യമായിട്ട് അവശേഷിക്കുകയാണ്. ഒരു ബുക്ക് എടുത്ത് വായിക്കാൻ സൗകര്യമുള്ളൊരു ലൈബ്രറി ഇല്ലാത്തത് ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരികമായ പിന്നോക്കത്തിൻ്റെ മുഖ്യ ഉദാഹരണമാണ്. അതുകൊണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇവിടെ വന്ന് പുസ്തകങ്ങളെടുത്ത് 2 പുസ്തകം എടുക്കാവുന്ന ഒരു മെമ്പർഷിപ്പാണ് എനിക്കുണ്ടായിരുന്നത്. ആഴ്ചയിൽ 2 പുസ്തകം വീതം എടുത്തുകൊണ്ടുപോയി വായിക്കാറുണ്ട്. തുടർന്ന് വാർഡ് സഭകളിലെ ജനാധിപത്യ ഇടപെടലുകൾ എന്ന വിഷയത്തിൽ കൊച്ചിൻ കോർപ്പറേഷൻ മുൻ സെക്രട്ടറിയും കില ഫാക്കൽറ്റിയുമായ അഡ്വക്കേറ്റ് TS സൈഫുദ്ദീൻ പ്രഭാഷണം നടത്തി. പാർലമെന്റും നിയമസഭയും പോലെ തന്നെ ഭരണഘടനാനുസൃതമായ ജനാധിപത്യ സംവിധാനം തന്നെയാണ് വാർഡ് സഭകൾ. പങ്കാളിത്ത ജനാധിപത്യം എന്ന സങ്കല്പം സാധ്യമാകണമെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളും വളരെ ഗൗരവമായി വാർഡ് സഭകളിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ലൈബ്രറി പ്രസിഡന്റ് MR ശശി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ കൌൺസിലർമാരായ KJ ആന്റണി ഫ്രാൻസിസ്, മുൻ കൌൺസിൽ സെക്രട്ടറി V മനോജ്, അഡ്വക്കേറ്റ് അബ്ദുൽ ഹമീദ്, IJ ജോളി, ബെന്നി ജോസഫ്, ബെറ്റ്സി ബ്ലേസി, B ഇക്ബാൽ, MK രാജേഷ്, രമേശ് അമരാവതി, സെബാസ്റ്റ്യൻ ആന്റണി, AU നസീർ എന്നിവർ സംസാരിച്ചു. ലൈബ്രറി സെക്രട്ടറി CS ജോസഫ് സ്വാഗതവും TG ശ്യാമളൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.